അദ്ദേഹം വന്നല്ലോ അല്ലേ? സംസാരിച്ചായിരുന്നോ? അദ്ദേഹം ഇപ്പൊ എവിടെയാ? എന്താടാ ഇത്? എന്ത് ചോദിച്ചാലും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ? എവിടെ നിന്റെ അച്ഛൻ? അത് അച്ഛൻ അച്ഛൻ ഞാൻ ഞാൻ അല്ല ഏട്ടത്തി, ഡാഡ് നിങ്ങളുടെ ഒപ്പം അമ്പലത്തിലുണ്ടായിരുന്നില്ലേ? അപ്പൊ പിന്നെ ഡാഡ് നിങ്ങളുടെ കൂടെ വരാതെ എവിടെ പോയി? ഇല്ലല്ലോ വീണ, അങ്കിള് അമ്പലത്തിന്റെ അടുത്തേക്ക് വന്നതേ ഇല്ല. അമ്പലത്തിൽ വന്നില്ലെന്നോ? പിന്നെ അദ്ദേഹം എവിടെ പോയി? എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ടമ്മേ. അതേ മോളെ ദമയന്തി, എനിക്കും എന്തോ ഒരു സമാധാനക്കേടുണ്ട്. എന്തൊക്കെയോ അപകടം സംഭവിച്ചു എന്ന് എന്റെ മനസ്സിലൊരു തോന്നല്. ദിഗ്വിജയനെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ മനസ്സിനൊരു സമാധാനമായേനെ. അതുപോലെ തൃശൂർ അവരിപ്പൊ തന്നെ പേടിച്ചിരിക്കാം. നീയും കൂടെ അങ്കിൾ ഇവിടെ എവിടെങ്കിലും പോയതായിരിക്കും, പേടിക്കണ്ട. ദിഗ്വിജയ് എവിടെ പോയി? ഇത്ര നേരമായിട്ട് എന്താ വരാത്തത്? ദാക്ഷായണി, ഞാൻ എന്റെ ചക്ഷുവിദ്യ പ്രയോഗിക്കാം. വേണ്ട, ഈ കാര്യം അറിയാൻ അത്ര വലിയ പ്രയോഗം നടത്തേണ്ടതില്ല. അതിന് പ്രമോദവിദ്യ ഞാൻ നടത്താം. അതെ, അവിടെ ബലി നടന്നു എന്നത് സത്യമാണ്, സംഹാരം നടന്നു എന്നതും സത്യമാണ്. ദാക്ഷായണി, കണ്ണിൽ കാണുന്നത് എപ്പോഴും സത്യമാവണമെന്നില്ല. നമ്മുടെ ദൃഷ്ടിക്ക് അതീതമായ രഹസ്യങ്ങൾ പലതും മറഞ്ഞിരിപ്പുണ്ടാവാം. മാർഗബന്ധുവിനോട് ചോദിക്കൂ. എനിക്ക് തോന്നുന്നത് പ്രകാരം ഇവനാ നാഗങ്ങളുമായി പോരാടി മരണം സംഭവിച്ചത്. ഇവൻ കാരണം നമുക്കൊരു പ്രയോജനവുമില്ല. ഇവൻ മരിച്ചു കഴിഞ്ഞു, ദേഹം വിരൂപമായി കഴിഞ്ഞു. ഇല്ല ദാക്ഷായണി, അവൻ മരിച്ചിട്ടില്ല, മയക്കത്തിലാണ്. എന്താണ് നീ പറയുന്നത്? ജീവന്റെ തുടിപ്പ് അവനിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. എന്റെ ഉൾക്കാഴ്ചയിൽ ദൃശ്യമാവുന്നത് അതാണ്. എനിക്ക് എന്റെ ശ്രവണ ചക്ഷുവിൽ അവന്റെ ഹൃദയമിടിപ്പ് കൃത്യമായി കേൾക്കാം. എന്നുവെച്ചാൽ നീ പറയുന്നത് അവൻ ഇനിയും മരിച്ചിട്ടില്ല. 24 വർഷം നാഗമാണിക്യത്തിന് ആവശ്യമായ പൂജാവിധികൾ നടത്തിയ അവന്റെ ദേഹം നശിച്ചു തുടങ്ങിയെങ്കിലും ജീവന്റെ കണിക ഇപ്പോഴും അതിലുണ്ട്. ദാക്ഷായണി, തമ്പര മന്ത്രം പ്രയോഗിച്ചേ പറ്റൂ. എന്നെ ഈ സ്ഥിതിയിലാക്കിയത് ഞാനിതവിടെ എന്നെ ഈ സ്ഥിതിയിലെത്തിച്ചവരെവിടെയാ? അവരെവിടെയാ? ആരാണ് നിന്നെ ആക്രമിച്ചതെന്ന് പറയൂ. പറയൂ, ആ നാഗറാണി ആരെന്ന് പറയൂ. നാഗമാണിക്യം നേടുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം.
അതിനായാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. പറയൂ, ഇപ്പോൾ നാഗമാണിക്യം എവിടെയുണ്ട്? തൃശൂർ, തൃശൂർ, തൃശൂർ സമാധാനിക്ക്. എങ്ങനെ ശിവാനി, എങ്ങനെ സമാധാനിക്കാനാ? അമ്മ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് ഉത്തരം കൊടുക്കാനില്ലേ? അമ്പലത്തിൽ നിന്ന് കുങ്കുമം കൊണ്ടുവന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. കണ്ണടച്ചു കഴിഞ്ഞ അമ്മയുടെ മുഖം മാത്രം എന്റെ മനസ്സില്. അമ്മയുടെ നെറ്റിയിലെ കുങ്കുമം ഞാൻ തന്നെ തുടച്ചു മാറ്റുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചില്ലേ? അമ്മയെ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ശിവാനി. മുത്തശ്ശി സ്വന്തം മോനെ പറ്റി അന്വേഷിക്കുന്നു, എന്നാൽ മുത്തശ്ശിക്ക് അറിയില്ലല്ലോ ഞാൻ മുത്തശ്ശിയുടെ സ്വന്തം മോനെ കൊന്നു കളഞ്ഞ കാര്യം. എന്തിനാ ശിവാനി ഞാൻ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ എന്തിനാ നിന്നോടൊരു മൃഗത്തെ പോലെ പെരുമാറിയത്? അവൻ മനുഷ്യരൂപമുള്ള മൃഗത്തിന്റെ മനസ്സുള്ളവൻ എന്ന് വെച്ചാൽ മനുഷ്യ മൃഗം. അന്ന് ത്രിവിക്രം നിന്നോട് ഇതുപോലെയൊക്കെ തന്നെ പെരുമാറിയില്ലേ? ഇന്നിപ്പോ അച്ഛനും അങ്ങനെ തന്നെ നടക്കുന്നു. എന്തുകൊണ്ടാ ശിവാനി, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും പറ്റുന്നേ? എന്തുകൊണ്ട് എല്ലാവർക്കും നിന്നോട് ഇത്രയ്ക്ക് ദേഷ്യം? എന്തൊക്കെയായാലും ഞാൻ സ്വന്തം അച്ഛനെയല്ല കൊന്നു കളഞ്ഞത്. അയാൾ നിനക്ക് ജന്മം തന്ന അച്ഛനല്ല, പോയ ജന്മത്തിൽ നിന്റെ പ്രാണൻ എടുത്തവനാണ്. എനിക്ക് ജന്മം തന്ന് ആ വ്യക്തിയെ തന്നെ ഞാൻ ഈ കൈകൊണ്ട് കൊന്നു കളഞ്ഞില്ലേ? അയാളെ കൊല്ലാൻ വേണ്ടി തന്നെ അയാളുടെ മകനായിട്ട് നീ പുനർജന്മം എടുത്തതാണ്. അത് കാലം കാത്തുവെച്ച നിയോഗമാണ്, അത്ര തന്നെ. ശിവാനി, എനിക്ക് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്നൊക്കെ അറിയാനും പറ്റുന്നില്ല. അച്ഛനെ കൊന്നുകളഞ്ഞ കൊലപാതകയാണ് ഞാനെന്ന് എനിക്ക് കൂവി പിടിച്ച് പറയണമെന്നുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് പറ്റുന്നില്ല. ശ്ശേ, ഞാൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? തെറ്റല്ല ചെയ്തത്. എന്നുവെച്ചാ ഞാൻ മരിച്ചിട്ട് അയാള് ജീവനോടിരുന്നെങ്കിൽ എല്ലാം ശരിയായേനെ അല്ലേ? ശിവാനി, ഞാൻ അതൊന്നല്ല ഉദ്ദേശം. ഒന്നാമത് എന്റെ മനസ്സിൽ മുഴുവൻ ചോദ്യങ്ങൾ നിറഞ്ഞു നിൽക്കുക. എന്തൊക്കെയാ സംഭവിക്കുന്നത്? അതിനൊക്കെ കാരണം അറിയോ നിനക്ക്? ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്നും പോരാതെ നമ്മുടെ കൂടെയുള്ളവരെല്ലാം ഓരോ ദിവസം കഴിയുന്നവരും മാറിക്കൊണ്ടിരിക്കുക. വിചിത്രമായ സ്വഭാവ. ത്രിവിക്രം ഞാൻ അത്ര ക്ലോസ് ആയിരുന്നു. ഒരുമിച്ച് ജനിച്ചു, രണ്ടുപേരും ഒരുമിച്ച് വളർന്നു. അവൻ മരിച്ചുപോയി. ഇപ്പോ അച്ഛനെ ഞാൻ തന്നെ കൊന്നു കളഞ്ഞില്ലേ? എന്തൊക്കെ തെറ്റുകൾ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്? തൃശൂർ, എവിടേക്ക് നോക്ക്. തെറ്റും ശരിയും തീരുമാനിക്കേണ്ട ആള് നമ്മളല്ല, ആ ദൈവം. നിന്റെ പ്രകാരം നീ ചെയ്തത് തെറ്റായിരിക്കാം, എന്നാൽ ആ ദൈവത്തിന്റെ മുൻപിൽ നീ ചെയ്തത് ശരിയാണ്. ദൈവം ഇത് സമാധാനായിട്ടിരിക്കെ. നീ ആരാണെന്നും എന്ത് ചെയ്യുന്നു എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നാൽ നിന്നെ പറ്റി ഒരു സത്യം അറിയാം ഞങ്ങൾക്ക്. നാഗമാണിക്യം മോഷ്ടിച്ചു കൊണ്ടുവന്നത് നീ തന്നെയാണെന്ന്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നാഗമാണിക്യം എല്ലാ ലോകത്തിലും വളരെ ശ്രേഷ്ഠമാണ്, ശക്തിയുള്ള ഒരു വസ്തുവുമാണ്. എല്ലാ ലോകത്തുള്ളവർക്കും അത് നേടുക എന്നത് ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം എനിക്കുമുണ്ട്. ഞാൻ എത്രയോ വർഷങ്ങളായി പ്രയത്നിക്കുന്നുവെന്നറിയോ നാഗമാണിക്യം നേടുന്നതിന്? അതുകൊണ്ടാ നിന്നെ ഞങ്ങൾ ഇവിടെ എത്തിച്ചത്, നാഗമാണിക്യം എവിടെയുണ്ടെന്നറിയുവാൻ. പറയൂ, ഇപ്പോൾ നാഗമാണിക്യം എവിടെയുണ്ട്? ഞാനത് നിങ്ങളോട് പറയുന്നേ എന്തിനു പറയണോ? അത് എന്റെ സ്വപ്നം, അത് എന്റെ ലക്ഷ്യ. പറയില്ല അല്ലേ? എങ്കിൽ നീ മരിക്കാൻ തയ്യാറായിക്കൊള്ളുക. എന്താ നിങ്ങൾ പറയുന്നേ? നിനക്ക് ശക്തിയുണ്ടെങ്കിൽ നീയൊന്ന് എഴുന്നേറ്റ് നിൽക്ക്. തൃശൂൽ, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആ ദൈവം നിന്നെ കൊണ്ട് ഒരു തെറ്റും ചെയ്യിപ്പിക്കില്ല. ഒരു പക്ഷെ അത് തെറ്റാണെന്ന് നിനക്ക് തന്നെ തോന്നിയാലും പിന്നീട്
നിനക്ക് തന്നെ നീ ചെയ്തത് തെറ്റല്ലെന്ന് മനസ്സിലാകുന്ന ദിവസം വരും. അതുവരെ നീ കാത്തേ മതിയാകൂ തൃശൂർ. ഞാൻ എത്ര കാത്തിരുന്നാലും, നീ എന്നെ എത്ര സമാധാനിപ്പിച്ചാലും, ഞാൻ തന്നെ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കിയാലും സമാധാനം കിട്ടില്ലല്ലോ. മനസ്സിൽ വീണ തീ ഇതുവരെ അണഞ്ഞിട്ടില്ല ശിവാനി. എല്ലാം നഷ്ടപ്പെട്ടു. അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞാലെന്ന് തോന്നിക്കൊണ്ടിരിക്കുക. നോക്ക്, ഒന്ന് നീ വേണമെന്ന് കരുതി ചെയ്തതല്ല. എല്ലാം ഒരു ചീത്ത സമയമാണെന്ന് കരുത്. നിന്നെ ശല്യം ചെയ്യുന്ന ആ ചോദ്യങ്ങളുടെ കൂടെ ഇതോ ഒരു ചോദ്യമാണെന്ന് കരുത്. കാലം നമുക്ക് എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം തരും തൃശൂർ. കാലം ഉത്തരം തരൂല്ലെന്നറിയില്ല. പക്ഷെ എനിക്ക് എനിക്ക് കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം ഉത്തരം തരേണ്ടത് അച്ഛനായിരുന്നു. ഇനിയിപ്പോ അതൊക്കെ അച്ഛനോട് ചോദിക്കാന്ന് വെച്ചാ അച്ഛനോട് ജീവനോടെ ഇല്ലല്ലോ. എന്തു പറ്റി? ദിഗ്വിജയന്റെ മരണത്തിന് ശേഷം സമാധാനം ഉണ്ടായിരുന്ന മനസ്സിൽ വീണ്ടും ഒരു വെപ്രാളം. ഇങ്ങനെ വെപ്രാളം ഉണ്ടാവുന്നത് എന്തോ ഒരു അപകടത്തിന്റെ മുൻസൂചനയാ. എന്താണെന്ന് അറിഞ്ഞു മതിയാകും. അതുവരെ ഒരു സമാധാനം ഉണ്ടാവില്ല. നാഗമാണിക്യത്തെ കുറിച്ച് ഞങ്ങളോട് പറയില്ല എന്ന അഹങ്കാരത്തിലാണോ നീ? അത് നിന്റെ നാശത്തിനാണ്. നീ ഈ അവസ്ഥയിൽ പോയി നാഗമാണിക്യം നേടാൻ സാധിക്കുമോ? നേരെ നിൽക്കാൻ പോലും ബലമില്ല നിനക്ക്. എന്നിട്ടും നിന്റെ അഹങ്കാരം ശമിക്കുന്നില്ലല്ലോ. നിന്നെ കൊണ്ട് ജയിക്കാൻ സാധിക്കുമോ? നീ കാലഗർഭത്തിൽ കിടന്ന് നശിച്ചു പോകേണ്ടവനായിരുന്നു. എന്നാൽ നിന്നെ മരണത്തിലേക്ക് തള്ളിവിടാതെ രക്ഷിച്ചത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് നിന്നെ കാലഗർഭത്തിലേക്ക് തള്ളിയിടുക എന്നുള്ളത് ചെറുവിരൽ അനക്കുന്ന പണി പോലുമില്ല. ദാക്ഷായണി, ഈ ദുരഹങ്കാരിയെ എന്താണ് ചെയ്യേണ്ടത്? കണ്ടില്ലേ ഇവന്റെ ധാഷ്ട്യം? ഇവനെ പാതാള ലോകത്തിലേക്ക് പറഞ്ഞയക്ക് നീ. ഇവന്റെ ശരീരത്തിനോടൊപ്പം ഇവന്റെ ആത്മാവിന് മരണം സംഭവിക്കട്ടെ. കൃഷ്ണേ, ശാന്തമാകൂ, ദേഷ്യപ്പെടാതെ. നിന്റെ കോപതാപത്തിന് ഇവൻ ഇരയായി മാറുവാൻ ഒരു ക്ഷണം പോലും വേണ്ട. നിന്നെ പഴയതുപോലെയാക്കി മാറ്റുവാൻ ഒരു വൈദ്യർക്കും സാധിക്കില്ല. അത് ഞങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. നീ ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിക്കുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾ പൂർവ്വരൂപത്തിലാക്കാം. പറയൂ, നാഗമാണിക്യം എവിടെയുണ്ട്? നാഗമാണിക്യം എവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ എന്നെ രക്ഷിക്കുവോ? വാക്ക് തരുവോ? ഞാൻ മരിക്കുമെന്ന് എനിക്കറിയാം. പറഞ്ഞില്ലെങ്കിലും നിന്റെ മരണം ഉറപ്പാണ്. കൃഷ്ണേ, സമാധാനപ്പെടൂ. നാഗമാണിക്യം എവിടെയുണ്ടെന്ന് നിനക്കറിയുമോ? അറിയാം. അത് നേടുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. നിങ്ങൾ എന്നെ പഴയതുപോലെ ആക്കിയ അതെവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നെ രക്ഷിക്കണം. നാഗമാണിക്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. നിന്നെ പഴയതുപോലെ ആക്കിയതിനു ശേഷം നീ പറ്റിക്കുകയില്ല എന്ന് എങ്ങനെ വിശ്വസിക്കും? അതെ, നീ വഞ്ചിക്കയില്ലെന്ന് എന്താ ഉറപ്പ്? മനുഷ്യ ശരീരമാ നിനക്ക്. എന്നാൽ നിന്റെ മനസ്സ് നിറച്ചോ കൊടിയ വിഷമാ. അത് മാത്രമല്ല, ഇവനിൽ നാഗമാണിക്യത്തിന്റെ പൂജയിലൂടെ സ്വായത്തമാക്കിയ ശക്തിയുമുണ്ട്. ഇവന്റെ വാക്ക് വിശ്വസിക്കുക എന്നത് വളരെ പ്രയാസമാണ്. എന്നെ ഈ സ്ഥിതിയിലെത്തിച്ചവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം. അവരെ ഞാൻ ഒരിക്കലും ഞാൻ അവരെ വെറുതെ വിടില്ല. എനിക്ക് എന്റെ പഴയ രൂപം നിങ്ങൾ തിരിച്ചു തന്നാ ഞാൻ നാഗമാണിക്യം എവിടെയാണെന്ന് പറഞ്ഞു തരാം. വാക്ക് തെറ്റിച്ചാൽ മരണം ഉറപ്പല്ലേ? അപ്പോ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിരിക്കുന്നു. ദാക്ഷായണി, മനസ്സിലായി. എന്തിനാ എങ്ങനെ കിട്ടുന്നേ? ഇത് മഹാകായകൽപ്പ ചികിത്സാ വിധിയാണ്. നിന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കാനുള്ള ആദ്യ ചവിട്ടുപടി.
സ്വാമിജി, ഇനിയും എത്ര നാളത്തേക്കാണ് ഈ അഗ്നി പരീക്ഷ? ഇനിയും എത്ര നാളത്തേക്ക് ഈ പ്രശ്നങ്ങളുടെ പേമാരി? നാഗമാണിക്യം നേടിക്കഴിഞ്ഞാൽ നാഗലോകത്തേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞിരുന്നു. നാഗമാണിക്യം അപഹരിച്ച ദുഷ്ടനെ സംഹരിച്ചതിനു ശേഷം എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിരുന്നു. ഇത്രയൊക്കെ നടന്നതിനു ശേഷവും പ്രശ്നങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി എന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെന്റെ ലോകമാണ്, എന്റെ പ്രപഞ്ചമാണ്. എനിക്ക് ഭൂമിയിൽ തന്നെ ജീവിക്കണമെന്ന് ഒരു ഉദ്ദേശവും ഇല്ല. നാഗമാണിക്യം നമുക്ക് ലഭിച്ചു. നാഗമാണിക്യം അപഹരിച്ച ആ ദുഷ്ടന്റെ സംഹാരവും നടന്നു കഴിഞ്ഞു. എല്ലാം സംഭവിച്ചിട്ടും ഇനിയും എന്തിനാണ് എനിക്ക് ഈ ശിക്ഷ? ഉണ്ടാവണം. നീ ചെയ്ത തെറ്റിന് നീ അവിടെ തന്നെ ഉണ്ടാവണം. ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീ തന്നെയാണ്. ഞാൻ എന്ത് ചെയ്തു സ്വാമിജി? ഞാൻ കാരണമുണ്ടായ അപരാധം തന്നെ എന്താണ്? എടുത്തുചാട്ടം. എടുത്തുചാടി തീരുമാനമെടുത്തു നീ. അത് തന്നെയാണ് നിന്റെ അപരാധം. നാഗമാണിക്യം കണ്ട ഉടനെ അത് നാഗരാജനെ കൊണ്ട് സ്പർശിപ്പിക്കുവാനുള്ള താഴ്മയുണ്ടായിരുന്നുവെങ്കിൽ അവൻ എല്ലാ ഓർമ്മകളും നേടിയ അവന്റെ പൂർവ്വ ജന്മത്തെപ്പറ്റി അവൻ ഓർക്കുമായിരുന്നു. നമ്മുടെ ലോകത്തിന്റെ ആസ്തി നമുക്ക് തന്നെ നേടാൻ സാധിച്ചു. നീ ചെയ്ത തെറ്റിന് മറ്റുള്ളവരെ പറഞ്ഞിട്ട് ഇനി എന്ത് കാര്യം? നിന്റെ എടുത്തുചാട്ടം മൂലമുണ്ടായ തെറ്റ് കാരണം നീ എത്ര വലിയ ദുരന്ത കാരണമായി തീർന്നെന്നറിയാമോ? ദിഗ്വിജയൻ എവിടെ? എങ്ങോട്ടായിരിക്കും അവൻ പോയത്? അവൻ എങ്ങോട്ട് പോകുമ്പോഴും എന്നോട് പറഞ്ഞിട്ടേ പോകുമായിരുന്നുള്ളൂ. ഇന്നിപ്പോ പതിവിന് വിപരീതമായി പോയിരിക്കുന്നു. എങ്ങോട്ടായിരിക്കും അവൻ പോയത്? പോകുന്നതിന് മുമ്പ് ത്രയംബക ഗുരു കൊടുത്ത അസ്ത്രവും കൊണ്ടാണ് അവൻ പോയിരിക്കുന്നത്. നാഗിനി ആരാണെന്ന് മനസ്സിലായി. ഇന്നാണ് അവളുടെ അവസാനമൊന്നും പറഞ്ഞിരുന്നു. പക്ഷെ ആരുടെ ആയിരിക്കും അവസാനം? എന്നാണ് അവസാനം? എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. ചോദിക്കാമെന്ന് വെച്ചാൽ തന്നെ അവനിവിടെയില്ല. ഇതിനെപ്പറ്റി ഇനി എങ്ങനെയൊന്നും അറിയാൻ പറ്റാ? ഇനി നാഗമാണിക്യം എങ്ങാനും അവന്റെ കൈവശമായോ? നാഗമാണിക്യം കരസ്ഥമാക്കാനുള്ള തപസ്സിലെങ്ങാൻ അവനിരുന്ന് കാണൂ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ ഞാൻ ഇത്രയും നാൾ പ്രയത്നിച്ചതിന്, എന്റെ സ്വപ്നത്തിന് ഒരർത്ഥവും ഇല്ലാതായിപ്പോവും. യാതൊരർത്ഥവും ഇല്ലാതായിപ്പോവും. എന്താ ചെയ്യാ? കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്നും അറിയാം. അവനെ കൊന്നുകളഞ്ഞിട്ടാണെങ്കിലും നാഗമാണിക്യം നേടുമെന്ന് വിചാരിച്ചതാ. പക്ഷെ അവനെ കാണുന്നതേയില്ല. എവിടെ പോയിരിക്കവൻ? എവിടെ പോയി ഒളിച്ചു? ത്രിവിക്രമനെ കൊല്ലാൻ ഞാനും ഒരു കാരണമാ. എന്റെ അച്ഛനെ ഞാൻ തന്നെ എന്റെ ഈ കൈകൾ കൊണ്ട് തന്നെ കൊന്നു കളഞ്ഞില്ലേ? എത്ര വലിയ പാപിയാ ഞാൻ! എന്ത് വലിയ പാപിയാണ് ഞാൻ! തൃശൂൽ, തൃശൂൽ, നീ എന്താ മോനെ ഇവിടെ വന്നിരിക്കുന്നേ? എന്താ മോനെ? എന്ത് വിഷമിച്ചിരിക്കുന്നേ? എന്ത് പറ്റിയിടാ മോനെ നിനക്ക്? ഒന്നുമില്ല അച്ഛാ. മുതലാളി എവിടെ? നീ കണ്ടിരുന്നോ? കണ്ടപ്പോ എങ്ങോട്ടെങ്കിലും പോകുമെന്ന് നിന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ നീ അദ്ദേഹത്തെ കണ്ടിരുന്നോ? അദ്ദേഹം നിന്നെ കാണുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നിന്നെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എവിടെ പോയെന്ന് അദ്ദേഹം നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും. എവിടെയാണ് അദ്ദേഹം പോയത്?